ചിരിക്കുന്ന മുഖ്യമന്ത്രിനെ കിട്ടിയോണ്ട് ഇനിയിപ്പോ ജനങ്ങൾക്ക് പെൻഷനും വേണ്ട, വെട്ടവും വേണ്ട, വെളിച്ചവും വേണ്ട, കറണ്ടും വേണ്ട, ഒന്നും വേണ്ട. ആ ചിരിക്കുന്ന ഫോട്ടോ വെച്ചിരുന്ന് കണ്ടോണ്ടിരിക്കുക. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജനങ്ങളെ പോലെ അങ്ങ് ജീവിച്ചാൽ മതി. ഇനിയിപ്പോ അതിനും വലിയ താമസമൊന്നുമില്ല. കാരണം ബിജെപിക്ക് എന്താണ് വേണ്ടത്? നാടിനുള്ളിൽ എപ്പോഴും രാഷ്ട്രീയ അസ്ഥിരതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ജനക്ഷേമത്തെ അസ്ഥിരപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇവര് വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടുന്നത്. പക്ഷെ ലഹളയൊന്നും കേരളത്തിൽ നടപടിയാവില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. ഇനി കേരളത്തിലെ ക്രമസമാധാനം തകർക്കാതെ ഒരടി പോലും ഇവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഇവർക്ക് കേരളത്തിലേക്ക് അരിച്ചിറങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അതിനു വേണ്ടിയിട്ട് ബിജെപിക്ക് വഴിവെട്ടി കൊടുക്കുകയാണ് മേനോൻ സർക്കാർ കേരളത്തിൽ ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് കോൺഗ്രസ് ജയിച്ചതിന് പിന്നാലെ ബിജെപിയുടെ ഒഫീഷ്യൽ പേജുകളിലെല്ലാം കോൺഗ്രസിനെ പ്രശംസിച്ചുകൊണ്ട് ബിജെപി പോസ്റ്റ് ഇട്ടത്. മനസ്സിലാക്കണം, ബിജെപി ഭരണം പിടിച്ച ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. ഡൽഹിയിൽ നിന്ന് ആപ്പിനെ തുടച്ചു നീക്കിയതും ഇതേ ബിജെപി കോൺഗ്രസ് തന്നെ. അശ്രദ്ധയിൽ ഇനി മലയാളികൾ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീവ്രവാദികളുടെ കയ്യിലിരിക്കും കേരളം. ചിരിച്ചു കാണിച്ചവനെയൊക്കെ മുഖ്യമന്ത്രിയാക്കിയ ചരിത്രം ഈ ലോകത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇവിടെ കുറെ വെളിവില്ലാത്ത മന്ദബുദ്ധികൾ കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ട് ബിജെപിക്കെതിരെ ഏറ്റവും ശക്തമായ മറുപടി കൊടുത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ തകർക്കുക എന്നുള്ളത് കോൺഗ്രസുകാരുടെ അജണ്ടയല്ല. പക്ഷെ മോദിനെ ചെന്ന് കണ്ടതിന് പിന്നാലെ തന്നെ ചാണകം തീനികളെ കേരളത്തിലേക്ക് കടത്തിവിട്ടു. മനസ്സിലാക്കണം, ഇത് കോൺഗ്രസിന്റെ ആവശ്യമല്ല. ബിജെപിനെ കേരളത്തിൽ നട്ടു വളർത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അജണ്ട. അതേ അജണ്ടയുടെ ഭാഗമായിട്ടാണ് വി.ഡി. സതീശന്റെ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. അതേ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എൻ.ഡി.എ നേതാക്കളായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് രഹസ്യ ഗൂഢാലോചന നടത്തിയത്. അതേ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇടുക്കിയിലെ പാവപ്പെട്ട കർഷകരുടെ വീട്ടിലേക്ക് ബുൾഡോസർ ഇടിച്ചു കയറ്റിയത്. ഇതിന്റെ എല്ലാ ഉദ്ദേശവും കേരളത്തിലെ ക്രമസമാധാനം നശിപ്പിക്കുക എന്നുള്ളതാണ്. ഭരണത്തിൽ കയറി വെറും 10 മിനിറ്റിനുള്ളിൽ മുനമ്പം വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞവരാണ്. ഇത്രയും വാഗ്ദാനങ്ങൾ ജനങ്ങളെ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്തതിന്റെ കാരണം എന്താണ്? ഇവിടെ ബിജെപിക്ക് വേണ്ടി ഒരു കാളൊരുക്കി കൊടുക്കാൻ വേണ്ടിയാണ്.